എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് കുറേ കാലമായി സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക രേവതി നക്ഷത്രക്കാരും എന്നോട് വിളിച്ചു ചോദിക്കുന്നത് സാമ്പത്തിക നഷ്ടം തന്നെയാണ്. തിരുമേനി പറയുന്ന പോലെ കുറേ വഴിപാടുകളൊക്കെ ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയാറുള്ളത് നവഗ്രഹ അർച്ചനയാണ്. നമ്മുടെ ജാതകദോഷങ്ങൾ മാറാനും സമയദോഷങ്ങൾ മാറാനും ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാനും നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടാണ് നവഗ്രഹ അർച്ചന. നവഗ്രഹ അർച്ചനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്, അതായത് ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയാൻ വേണ്ടി. അപ്പോൾ രേവതി നക്ഷത്രക്കാർ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങളുണ്ടാകും. വീണ്ടും പഴയ പോലുള്ള ഒരു അവസ്ഥയാണ്, അതായത് വീണ്ടും സാമ്പത്തിക നഷ്ടം തന്നെയാണ് രേവതി നക്ഷത്രക്കാർക്ക്. അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, ജോലിയിൽ പുരോഗതിയില്ല, വിവാഹപരമായ തടസ്സങ്ങൾ നേരിടുന്നു, വീട്, അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ 2026 പകുതിയായിട്ടും രേവതി നക്ഷത്രക്കാർക്ക് സമയം ശരിയായില്ലെങ്കിൽ അവർക്കായിട്ടുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത്. രേവതി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം ശ്രദ്ധയോട് കേട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ആദ്യമേ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. എന്തുകൊണ്ടാണ് ഇത്രയും വഴിപാടുകളും കാര്യങ്ങളും ചെയ്തിട്ട് ഫലമില്ലാത്തത്? അതായത് ഗ്രഹനിലയിൽ ഏത് പാപഗ്രഹമാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? ആ ഗ്രഹത്തിന് നമ്മൾ പ്രത്യേകപരമായിട്ട് പൂജകളും പരിഹാരങ്ങളും ചെയ്യാതെ നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടത്തില്ല. സാധാരണ നവഗ്രഹാർച്ചനയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചെയ്യുന്ന കുറച്ച് ആഴ്ചയെ മാത്രം മാറ്റം ഉണ്ടാകും, വീണ്ടും പഴയ പോലെ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ നോക്കി വേണം നമ്മൾ ഈ പരിഹാരകാര്യം ചെയ്യാൻ. ചിലവർക്ക് 8 ചൊവ്വ ഇല്ലെങ്കിൽ 7 ചൊവ്വയൊക്കെ ഉണ്ടെങ്കിൽ വിവാഹപരമായ തടസ്സങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ സ്വയംവരം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ചൊവ്വ ഏത് ഗ്രഹത്തിലാണ് നിൽക്കുന്നത്? ശനിയിലാണോ ചൊവ്വ നിൽക്കുന്നത്? അതേപോലെ തന്നെ വേഴത്തിൻ്റെ ക്ഷേത്രത്തിലാണോ? അപ്പം വേഴത്തിനും ചൊവ്വയ്ക്കും കൂടി പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ വിവാഹം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ 2ാം ഭാവത്തിൽ സാമ്പത്തികം നഷ്ടമാണ്. ചിലപ്പോൾ അവിടെ പാവഗ്രഹമായിട്ട് വന്നേക്കുന്ന രാഹു ആയിരിക്കും. അപ്പോൾ രാഹു ഏത് ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്? അപ്പോൾ ആ രാഹുവിനും ആ നിൽക്കുന്ന ശനിയും ആണെങ്കിൽ ആ ശനിക്കും രാഹുവിനും കൂടെ പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധി രേവതി നക്ഷത്രക്കാർ മാറി കിട്ടത്തുള്ളൂ. അതല്ല കർമ്മത്തിൽ വരുന്ന തടസ്സങ്ങൾ, കർമ്മത്തിൽ ആരാണ്, ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്നത്, ആ ഗ്രഹങ്ങൾക്കും കൂടെ പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ രേവതി നക്ഷത്രക്കാരുടെ പൊതുവെ ഉള്ള പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ഗ്രഹനില ഇല്ലെങ്കിൽ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, വർഷമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗ്രഹനില നോക്കി അതിനുള്ള കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പൊതുവേ രേവതി നക്ഷത്രക്കാരുടെ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വഴിപാട് കൊണ്ട് ശരിയാക്കാം. അതായത് രേവതി നക്ഷത്രക്കാർക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ദേവീ ക്ഷേത്രത്തിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നാരങ്ങമാല ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ജോലിക്ക് പോകുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന വഴിപാടുകൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം നാരങ്ങ വയസ്സനുസരിച്ച് മേടിച്ച് 2 നൂലയിൽ കോർത്ത് ദേവീ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. നമ്മൾ നാരങ്ങമാല കൊടുക്കുന്ന ഇപ്പം അവിടുത്തെ തിരുമേനിയെ ഒന്ന് കണ്ട് ചോദിക്കണം, തിരുമേനി ദേവിക്ക് നാരങ്ങമാല ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ചില ക്ഷേത്രങ്ങളിൽ നാരങ്ങമാല ഇടാറില്ല, അതുകൊണ്ട് ചോദിച്ചതിന് ശേഷം മാത്രം നാരങ്ങമാല ഇടുക. ഈ നാരങ്ങ നമ്മൾ കോർക്കുമ്പോഴത്തേക്ക് മനസ്സിൽ ദേവിയുടെ ചിന്ത ഉണ്ടാകണം. നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിച്ച് കോർക്കുക. നമ്മൾ തന്നെ കോർക്കണമെന്നില്ല. അമ്പലത്തിൽ പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അത് ചെയ്തു തരും. ഈ നാരങ്ങമാല ശരിക്കും പറയുവാണെങ്കിൽ വലിയ സൂചി മേടിക്കുക. പൂക്കടയിൽ പൂ കിട്ടുന്ന നൂല് കിട്ടും, ഏകദേശം 15-20 രൂപ കൊടുത്ത് കിട്ടും. അത് നമ്മൾ ഒറ്റ മടക്കിൽ നമ്മൾ ഇടുമ്പം ചിലപ്പോൾ നമ്മൾ വിഗ്രഹത്തിലേക്ക് ഈ നാരങ്ങമാല ഇടുമ്പം പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു നൂലെടുത്തിട്ട് 2 മടക്കായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നാരങ്ങയ്ക്ക് ആ നൂലിനും നമ്മൾ ബലം കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എത്ര വയസ്സാണോ ആ വയസ്സനുസരിച്ചുള്ള നാരങ്ങ മേടിക്കുക. ഉദാഹരണത്തിന് രേവതി നക്ഷത്രക്കാർക്ക് 22 വയസ്സാണെങ്കിൽ 22 നാരങ്ങ മേടിക്കുക, 50 വയസ്സാണെങ്കിൽ 50 നാരങ്ങ മേടിക്കുക. അങ്ങനെ കോർത്ത് നമ്മൾ പ്രധാന ദേവതയ്ക്ക് ഒരു 3 പ്രദക്ഷിണം വെച്ച് നടക്കി സമർപ്പിക്കുക. നാരങ്ങ നെഗറ്റീവ് ദോഷങ്ങളും ശത്രുദോഷങ്ങളും തടസ്സങ്ങളും മാറി നമ്മൾ 7 ആഴ്ച ദേവീക്ഷേത്രത്തിൽ ഇത് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നിലവിലുള്ള ആ ഗ്രഹങ്ങൾക്കൊക്കെ ബലം വെച്ച് ഗ്രഹദോഷങ്ങൾ മാറി, ശത്രുദോഷങ്ങൾ മാറി, മംഗല്യദോഷങ്ങളൊക്കെ
മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാതകത്തിലെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിന് നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ദേവിക്ക് നാരങ്ങമാല കൊണ്ടു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ മനസ്സിന് സന്തോഷമായ കാര്യങ്ങൾ കേൾക്കും. നമ്മുടെ ശരീരത്തെയും മനസ്സിലെയും നെഗറ്റീവ് ചിന്തകൾ മാറിക്കിട്ടും. നമുക്ക് ജോലി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യാൻ പറ്റും. ജോലി സ്ഥലത്ത് സാലറി കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. തടസ്സങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ ആൾക്കാരിൽ നിന്നും സന്തോഷമായ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മളെ വിട്ടുപോയ കൂട്ടുകാരികളൊക്കെ തിരിച്ചു വരും. നമ്മൾ നിലവിൽ വിദേശത്ത് പോകാനും മംഗല്യപരമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതും രേവതി നക്ഷത്രക്കാർക്ക് പരിഹാരമായി കിട്ടും. അതേപോലെ തന്നെ വീട് പണി, അതേപോലെ തന്നെ നമ്മൾ ബാങ്കിൽ ലോണൊക്കെ വെച്ചിട്ടുണ്ട്, തടസ്സങ്ങളാണ്. ഈ ഒരു തടസ്സങ്ങൾക്ക് നാരങ്ങമാലയിലൂടെ നമുക്കിത് പരിഹരിച്ചെടുക്കാൻ പറ്റും. ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം രേവതി നക്ഷത്രക്കാർ ദേവീ ക്ഷേത്രത്തിൽ നാരങ്ങമാല സമർപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. കൂടുതൽ രേവതി നക്ഷത്രക്കാർക്ക് അറിയാനുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ച് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.